വീണ്ടും ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിച്ചിട്ടുള്ള സ്തുതിയാണ് ഭഗവാന്റെ പ്രഹ്ലാദന സ്തുതി. അതികമായിട്ടുള്ള 43 ശ്ലോകമുണ്ട് ഭാഗവതത്തിൽ പ്രഹ്ലാദ സ്തുതി. ബ്രഹ്മാദയസുരഗണാമുനയോ സുസിദ്ധ സത്വൈകദാനമതയോ വചസംപ്രവാഹി നാരാധിതം ഗുരുഗുണൈരഥനാഭിപ്രോക്തിം ദോഷ്ടുമർഹസമേ ഹരിരുഗ്രജാത. ഞാൻ എങ്ങനെയാണ് സ്തുതിക്കാൻ അർഹനാവുക? ആർക്കാങ്ങേ ഈ ദേഷ്യം തീർക്കാൻ പറ്റുക? വിപ്രാദ്യ ഗുണാദരവിന്ദനാഭ. വിപ്രന്മാർക്ക് 12 ഗുണങ്ങൾ ഉള്ള വിപ്രന്മാർ, അങ്ങനെയുള്ള ആളുകൾ വിചാരിച്ചാൽ പോലും ഭഗവാനെ സ്തുതിക്കാനുള്ള കഴിവുണ്ടാവില്ല. അങ്ങനെയുള്ള ഈ അസുരബാലനായിട്ടുള്ള ഞാൻ എങ്ങനെ സ്തുതിക്കുക? എനിക്കെങ്ങനെ അങ്ങനെ സ്തുതിക്കാൻ പറ്റുക? ഉടനെ തന്നെ പറയുകയാണ് അസുരബാലൻ എന്ന് പറയേണ്ട. അസുരനും ദേവനും ഭഗവാൻ ഒരുപോലെയാണ്. അതുകൊണ്ട് എൻ്റെ സ്തുതിയും ഭഗവാൻ കേൾക്കും. എത്ര എങ്ങനത്തെ ആളായാലും ഭഗവാൻ എനിക്ക് പേടിയില്ല. ഭഗവാൻ എനിക്ക് അങ്ങയുടെ ജിഹ്വാഗ്രത നമസോഗ്ര കിരീട ദംഷ്ട്ര അങ്ങനെ അങ്ങയുടെ ഈ ഉരുട്ടിമിഴിച്ച കണ്ണോ ഈ ദംഷ്ട്രകളോ ഈ ചോര പറ്റി പിരിക്കുന്ന താടിമീശകളോ ആന്ധ്രമാലയോ കുടൽമാലയോ ഇതൊന്നും എനിക്ക് പേടിയില്ല ഭഗവാനെ. ഞാൻ ഇതിനൊന്നും അല്ല പേടിക്കുന്നത്. പിന്നെ എന്തിനാണ് എനിക്ക് പേടി? ഈ സംസാര ദുഃഖത്തിൽ നിന്ന് കഷ്ടപ്പെടണ്ടേ? ഈ സംസാര ചക്രത്തിൽ എത്ര കാലമായി ഞാൻ ഇങ്ങനെ കിടന്ന് തിരിയുന്നു. ഇതിൽ നിന്ന് എന്നാണ് എന്നെ ഒന്ന് അങ്ങയുടെ പാദത്തിലേക്ക് വിളിക്കുക ഭഗവാനെ? ഇങ്ങനെയൊക്കെയാണ് സ്തുതിയുടെ ഇത്. കുറേ കാലം അങ്ങ് മഹാലക്ഷ്മിക്ക് പോലും കിട്ടാത്ത, ആർക്കും കിട്ടാത്ത അനുഗ്രഹമല്ലേ എൻ്റെ ശിരസിൽ അങ്ങയുടെ കൈവച്ച് എന്നെ അനുഗ്രഹിച്ചില്ലേ? അതിൽ പരം ഭാഗ്യം എനിക്ക് എന്താണ് ഉണ്ടാവാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് കുറേ സ്തുതിക്കും. അങ്ങനെ അപ്പോൾ പ്രഹ്ലാദൻ്റെ സ്തുതി കേട്ട് എല്ലാവരും സന്തോഷിക്കും. ഭഗവാനും സന്തോഷവും. പ്രഹ്ലാദനെ അടുത്ത് വിളിച്ച് മടിയിലിരുത്തും. എന്നിട്ട് പറയും, നിൻ്റെ സ്തുതി കേട്ട് ഞാൻ വളരെ സന്തോഷിച്ചിരിക്കുന്നു. നീ അച്ഛൻ്റെ നിനക്ക് എന്താഗ്രഹം ഉണ്ടല്ലോ, നിനക്ക് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിപ്പിച്ചിരിക്കുന്നു. നിനക്ക് അതൊക്കെ സാധിക്കും. പിന്നെ അച്ഛൻ്റെ രാജ്യം നീ കുറേ കാലം ഭരിക്കണം, എന്നിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രഹ്ലാദനെ മടിയിൽ വെച്ച് അനുഗ്രഹിച്ച് പ്രഹ്ലാദൻ ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്യാനായപ്പോൾ ബ്രഹ്മാവ് വന്നു. ബ്രഹ്മാവ് സ്തുതിച്ചു. എല്ലാവരും സ്തുതിക്കുന്നുണ്ട്. കുറേ ഈ പ്രഹ്ലാദൻ്റെ സ്തുതിയുടെ മുമ്പേ എല്ലാവരുടെ സ്തുതിയുണ്ട്. കുറേ ആൾ സ്തുതിക്കുന്നുണ്ട്. പക്ഷേ ആരും സ്തുതിച്ചിട്ടും ഭഗവാന് ദേഷ്യം തീർക്കാൻ പറ്റിയിട്ടില്ല. ഒടുക്കം ഭഗവാൻ ബ്രഹ്മാവിനോട് പറയും, ബ്രഹ്മാവേ ഇങ്ങനത്തെ വരമൊന്നും ആർക്കും കൊടുക്കരുതേ. ഇങ്ങനത്തെ വരമൊക്കെ കൊടുത്താൽ കൊടുക്കാൻ ബുദ്ധിമുട്ടാൻ ഞാനേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ആർക്കും ഇതിനെ ഒരു പരിഹാരം ചെയ്യാൻ സാധിക്കില്ല. ബ്രഹ്മാവിനോടൊന്ന് ശാസിക്കും ഭഗവാൻ. എന്നിട്ട് ഭഗവാൻ അവിടുന്ന് പെട്ടെന്ന് അന്തർധാനം ചെയ്യും എന്നാണ് പറയുന്നത്. നരസിംഹരൂപി അന്തർധാനം ചെയ്യും. അങ്ങനെയാണ് നരസിംഹാവതാരം കഥ. വളരെ കേമായിട്ടുള്ള കഥയാണ്.